ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എനിക്ക് 2 കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് 1 കിലോൻ്റെ കേക്കും 1 1/2 കിലോൻ്റെ കേക്കും ആയിരുന്നു കേട്ടോ. അപ്പോൾ കേക്കൊക്കെ രാത്രി തന്നെ വേവിച്ച് വെച്ച് ഫൈനൽ കോട്ട് ഒരു കിലോൻ്റെ കേക്ക് എനിക്ക് 7 മണിക്ക് കൊടുക്കേണ്ടതുകൊണ്ട് രാത്രി ഫൈനൽ കോട്ട് വരെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ കിടന്നിട്ടുണ്ടായിരുന്നത്. 1/2 കിലോൻ്റെ കേക്ക് പിന്നെ ഞാൻ അത് ക്രം കോട്ട് ചെയ്ത് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഡിസൈൻ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാനിത് അതിൻ്റെ ഡെക്കറേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. മുകളിലത്തെ ഡെക്കറേഷൻ വെറുതെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടൊരു ഒരു ഹാർട്ട് ഉണ്ടാക്കി വെച്ചേക്കാം കേട്ടോ. ഫോണ്ടൻറ്റിൽ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കി വെച്ചേക്കായിരുന്നു കേട്ടോ മുകളിൽ. ഒരു ജോലിക്ക് പോണതിൻ്റെ മുന്നേ തന്നെ വീട്ടിലെത്തിക്കണം പറഞ്ഞിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതാണ് 7 മണിക്ക് തന്നെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. മറ്റേത് പിന്നെ നമുക്ക് 3 മണിക്കൊക്കെ കൊടുക്കേണ്ട കേക്കായിരുന്നു. അത് സ്റ്റിക്കർ വെച്ചിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ. മറ്റേത് ഒരു യൂണിക്കോണിൻ്റെ സ്റ്റിക്കറും ബട്ടർഫ്ലൈയും ഒക്കെ വെച്ചിട്ടുള്ളൊരു കേക്കാണ് മറ്റേത്. അത് പിന്നെ 1/2 കിലോൻ്റെ കേക്കായിരുന്നു കേട്ടോ. ഇത് പിന്നെ 1 കിലോൻ്റെ കേക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റും ചെയ്യണേ. കേക്ക് കാണാൻ എങ്ങനെയുണ്ട്, ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ. നിങ്ങൾക്ക് ഏത് കേക്കാണ് ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ഒന്ന് പറയണേ. ഫസ്റ്റ് കേക്ക് അപ്പോൾ നമ്മളൊക്കെ ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1/2 കിലോൻ്റെ കേക്ക് ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ കേക്കൊന്ന് ക്രം കോട്ടൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ 3/4 ബോക്സ് ഉണ്ടായിരുന്നില്ല കേട്ടോ. 1/2 കിലോൻ്റെ കേക്ക് ഞാൻ 3/4 ബേസിലാണ് വെക്കൽ. അപ്പോൾ ഇതില്ലാത്തത് കൊണ്ട് തൽക്കാലം ഇപ്പോൾ 1/2 കിലോൻ്റെ കേക്കിൽ ബോക്സിൽ വെച്ചൊക്കെയായിരുന്നു കേട്ടോ. പിറ്റേന്ന് വാങ്ങിയിട്ടാണ് മറ്റേ നമുക്ക് വെച്ച് കൊടുത്തൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ക്രം കോട്ടൊക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ആദ്യം ക്രം കോട്ട് ചെയ്ത് വെച്ച കേക്ക് എടുത്തിട്ടൊന്ന് ഫൈനൽ കോട്ട് വരെ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് സൈഡ് ഭാഗമൊക്കെ ഒന്ന് സ്ക്രൈപ്പർ കൊണ്ട് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗമൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ തന്നെ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ ഒരു 5 മണി 5:30 എഴുന്നേറ്റിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടൊക്കെ ആയിരുന്നു മുകളിൽ. പിന്നെ ഹാർട്ട് വെച്ച് കൊടുത്തൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. കേക്ക് ഭംഗിയുണ്ടോയെന്ന് പറയണം കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. പിന്നെ അതൊക്കെ കൊടുത്ത് വന്നിട്ടാണ് ഞാൻ ചായക്കല്ലേ കടിയൊക്കെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഒന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചൊന്ന് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചുടുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല കേട്ടോ. പരത്തുന്നതും അങ്ങനെ നമ്മൾ കോയിൽ വെച്ചിട്ട് തന്നെ പരത്തിയെടുക്കലാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോൻ്റെ കേക്ക് പിങ്ക് ഷെയ്ഡിലാണ് അവർ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. കുറച്ച് പണിയുള്ള കേക്കാണ് കേട്ടോ. ഫോണ്ടൻറ്റിൽ പേരൊക്കെ കട്ട് ചെയ്തെടുക്കണം. അതേപോലെ എഴുത്തൊക്കെ എഴുതാനൊക്കെ ഉണ്ടായത് ഫോണ്ടൻറ്റിൽ കട്ട് ചെയ്തെടുക്കാനുണ്ടായത് കേട്ടോ. ഞാൻ കേക്ക് ഫിനിഷാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഫാലറ്റ് നൈഫ് ഒന്ന് നല്ല ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയെടുത്തൊന്ന് വലിച്ചു കൊടുത്താൽ നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ കേക്ക്. നല്ല ഫിനിഷായിട്ട് തന്നെ കേക്ക് നമുക്ക് അങ്ങനെ ചൂടുവെള്ളത്തിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് കേക്ക് ഫിനിഷാക്കാൻ നല്ല ഫിനിഷായിട്ട് കിട്ടും. നമ്മൾ നൈഫിൻ്റെ പാടുകളൊന്നും ഇല്ലാതെ തന്നെ കേക്ക് ഫിനിഷായി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ
രാവിലെ 7 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് കേക്കിൻ്റെ കടയൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ബോർഡൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. 1/2 കിലോൻ്റെ ബോർഡ് മാറ്റിയ 3/4 ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കേക്കിൻ്റെ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല. ഫുള്ള് പറഞ്ഞാൽ സ്റ്റിക്കറൊന്നും വെക്കണമെന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ കൊണ്ടു കൊടുക്കുന്ന ടൈം അവർ വേജാറിലെ പണി ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. യൂണിക്കോണിൻ്റെ അതേപോലത്തെ ഒരു തണ്ട വെക്കാനുണ്ടായിരുന്നത്, അതേപോലെ കുറച്ച് ബട്ടർഫ്ലൈസും, അതേപോലെ പേര് ഐഷു എന്ന് എഴുതിയിട്ടുള്ള ഫോണ്ടനിലുള്ള കട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഇത് മുഹറം 9 എന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ.